ഇന്ന് നമ്മൾ റബ്ബർ എളുപ്പത്തിൽ പാല് ഷീറ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആസിറ്റ് കൂട്ടും. ആസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേർപ്പിക്കാത്ത ആസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് പാല് കട്ടയാവുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കയ്യിലേക്ക് ഒന്നും ആവാതെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഒരു അമൻസിലേക്ക് 2 ലിറ്റർ വെള്ളം എന്ന തോതിൽ നമ്മൾ ആസിറ്റും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, അതായത് പാൽ എത്രയാണുള്ളത് അതിൻ്റെ അത്രത്തെ തന്നെ വെള്ളം നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെക്കണം. പാത്രത്തിൽ എടുത്ത് വെക്കുന്ന സമയത്ത് അതൊക്കെ നമ്മളെ കയ്യിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം. ആദ്യം ആസിറ്റ്, പാല്, വെള്ളം ഇത് മൂന്നും നമ്മൾ അടുത്തടുത്തായിരിക്കണം. പിന്നീട് നമ്മൾ ഡിഷ് നിലത്ത് വെക്കണം. ഒരു പക്ഷേ പഴയ ഡിഷൊക്കെ ആണെങ്കിൽ ഈ ഡിഷിന് പല നീൾക്കങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഡിഷ് വെക്കുന്ന സമയത്ത് വാട്ടർ ലെവലിലാണോ ഡിഷ് നിൽക്കുന്നത് എന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം ആസിറ്റും പിന്നീട് വെള്ളവും പിന്നീട് പാലും ഒഴിക്കണം. പാല് 2 ലിറ്ററാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത്. അതിൻ്റെ പകുതി വെള്ളം നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ അത് നേരെ ഡിഷിലേക്ക് ഒഴിക്കുക. ഡിഷിലേക്ക് ഒഴിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ സെറ്റാവും. പക്ഷേ പലരും പതവെട്ടി എടുത്തിട്ട് അതിൻ്റെ പതയൊക്കെ ഒരു സൈഡിലേക്ക് നീക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പത വേറൊരു ഡിഷിലേക്ക് വെട്ടി മാറ്റാറുണ്ട്. അങ്ങനെ ചെയ്തു എന്ന് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ഡിഷിലേക്കായിരുന്നു ആസിറ്റും വെള്ളവും പാലൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അത് ഇളക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇത് മിക്സ് ആവുന്നുണ്ട്. ആദ്യം ആസിറ്റും പിന്നീട് വെള്ളവും പിന്നീട് പാലും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഡിഷിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് മിക്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കത് രണ്ടാമത് ഇളക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാലോ കുറച്ച് ഷീറ്റൊക്കെ ഉള്ള ആളുകൾ ഇളക്കി പതയൊക്കെ മറ്റൊരു ഡിഷിലേക്കൊക്കെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, എന്നാൽ ദോഷമില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ട് ദോഷമില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റോളം കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ വീഴാത്ത രീതിയിൽ ഇങ്ങനെ ഡിഷ് വെക്കണം, വളരെ ശ്രദ്ധയോട് കൂടി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റായി കിട്ടും. ഷീറ്റായി കഴിഞ്ഞാൽ ഇങ്ങനെ മെഷീനിൽ കൊടുക്കാം. ഇവിടെ കറണ്ടിൻ്റെ മെഷീനാണ്, അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക്കുകളൊന്നുമില്ല. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആക്കി വെച്ച ഷീറ്റ് ഡിഷിൽ നിന്ന് വേർപ്പെടുത്തി കഴിഞ്ഞാൽ ഡിഷിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മെഷീനിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഷീറ്റ് പോയി ചാടും. എന്നാൽ സാധാരണ നമ്മളെ മെഷീനിലൊക്കെ ആകുമ്പോൾ നമ്മളത് കറക്കണം, കൈ ഉപയോഗിച്ച് കറക്കണം. അതിന് ടൈറ്റും കാര്യങ്ങളും കൂട്ടലും കുറയ്ക്കലൊക്കെ ഉണ്ട്. അത് ഓരോന്നും നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ മെഷീനിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇതാകുമ്പോൾ അത് ഒന്നിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. ഇത് കറണ്ടിൻ്റെ ഓട്ടോമാറ്റിക്കലി മെഷീൻ ആയതുകൊണ്ട് ഇത് ഈസിയാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിങ്ങനെ അയലിലിടും. അയലിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്കത് പുകപ്പരയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് ആ ഷീറ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഷീറ്റ് ആക്കുന്ന പ്രക്രിയ. അപ്പോൾ ഇത് കറണ്ടിൻ്റെ മെഷീൻ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അല്ല, നമുക്ക് സാധാരണ മെഷീൻ ആണെങ്കിലും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നമുക്ക് ഷീറ്റ് കറക്കിയിട്ട് തന്നെ ഷീറ്റ് പെട്ടെന്ന് അടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ മെഷീൻ ആയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കറണ്ടിൻ്റെ മെഷീൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മളെ ഷീറ്റ് അടിച്ച് അയൽമേൽ ഇടുന്നത്.